We rely on the Spirit of God to help us to speak and to teach and to preach and to live what we are teaching you. ഈ വൈകിയ സമയം കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങളെ പഠിപ്പിക്കുവാൻ, നിങ്ങളോടൊപ്പം പഠിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവിൻ്റെ ആത്മാവിൽ ഞങ്ങൾ സമ്പൂർണ്ണമായി ആശ്രയിക്കുന്നു. Every message is a conversation with myself that I am doing, and you have the privilege of listening to that. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്നതാണ് ഈ ദൂതുകൾ. അത് നിങ്ങൾക്ക് ആ സംഭാഷണം കേൾക്കുന്നത് നിങ്ങളുടെ ഒരു പ്രിവിലേജാണ്, സൗഭാഗ്യമാണ്. And my prayer is that the Spirit would continue to speak to me, help me to study, help me to understand, help me to live out, and also be able to help others to live this out. ഞാൻ എൻ്റെ പ്രാർത്ഥന ഇതാണ്, കർത്താവിൻ്റെ ആത്മാവ് തുടർമാനമായിട്ട് എന്നെ പഠിപ്പിക്കുകയും എന്നോട് സംസാരിക്കുകയും എൻ്റെ ജീവിതത്തിൽ അതനുസരിച്ച് പ്രാവർത്തികമാക്കുകയും ചെയ്യുകയും മറ്റുള്ളവർക്ക് അത് സഹായമായി തീരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. This morning we studied about the etymology or the word meaning of power, and we tried to understand the magnanimity of that word this morning. ഈ രാവിലെ കാലം നമ്മൾ ശക്തി എന്നുള്ള വാക്കിനെ കുറിച്ചാണ്, പദശാസ്ത്രമാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചത്. അതിലൂടെ എന്താണ് അതിൻ്റെ ആഴമേറിയ അർത്ഥങ്ങളെന്ന്. And we went with Paul to the church in Ephesus, and when he prays for them that they would understand the gloriousness of that power, we tried to understand that. അപ്പോസ്തലനായ പൗലോസ് എഫെസസിലുള്ള വിശ്വാസികൾക്കോട് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവശക്തിയെക്കുറിച്ച് പറയുന്നു. ആ പ്രാർത്ഥനയിൽ നിന്നുമാണ് നമ്മൾ ആ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. And the prayer that he was praying for them and for us this evening was that this power would be made ours personally and corporately. അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഈ വൈകിയ സമയം നമുക്കും വേണ്ടിയൂടെയാണ്. കാരണം ആ അളവറ്റ ദൈവശക്തി നമ്മളും അനുഭവിക്കുവാനും അത് നമ്മുടെ സ്വന്തമായി തീരുവാനും ഇടയാകട്ടെ എന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ ചുരുക്കം. Then we said we need to persist. This power is given to us to persist in prayer. നമ്മൾ അത് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ കണ്ടത് ആദ്യത്തേത് ഈ ദൈവശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കുവാനാണ് ആ ദൈവാത്മശക്തി നമുക്ക് നൽകുന്നത്. Prayer is the power or the energy that moves the hand of God, somebody said. ആ ദൈവത്തിൻ്റെ കരത്തെ ചലിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ശക്തിക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് കഴിയും. And that is what we do when we pray. We may forget what we are praying for, but the Spirit of God brings it about. That is what we learned when we persist in നമ്മൾ prayer. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പലതും പ്രാർത്ഥിക്കുന്നത് നമ്മൾ മറന്നു പോകാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറക്കുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത് കർത്താവിൻ്റെ ആ പ്രാർത്ഥനയുടെ ഉത്തരം കൊണ്ടുവരത്തക്ക വിധത്തിൽ കർത്താവിൻ്റെ കരത്തെ ചലിപ്പിക്കുന്നു. I'm reminded of Jacob when he ran away from home in the middle of the desert, and he is tired and he's sleeping. He has a dream and he sees the ladder going up from where he was sleeping to heaven. നമുക്കറിയാം യാക്കോബ് അപ്പൻ്റെ വീട്ടിൽ നിന്നും ഓടിപ്പോയ സമയത്ത് മരുഭൂമിയിൽ ഏതോ ഒരു സ്ഥാനത്ത് അവൻ കിടന്നുറങ്ങേണ്ടി വന്നു. അവൻ കണ്ട സ്വപ്നത്തിൽ സ്വർഗത്തോളം എത്തുന്ന ഒരു കോവണിയെക്കുറിച്ച് നമ്മൾ അവിടെ കാണുന്നു. It's a very wonderful passage, but one of the key things is that there is to this runaway son of the house, to this deceitful son of the house, or to this man who has deceived his parents and his brothers, the Lord comes to him in the dream and he says, I am the God of your grandfather and your father, and I am God of you also, and I will do what I told your grandfather. ഈ വീട്ടിൽ നിന്നും ഓടിപ്പോയ ഈ മനുഷ്യനോട് ദൈവത്തിൻ്റെ അപ്പനെ ചതിച്ച, അവൻ്റെ സഹോദരനെ ചതിച്ച ഈ മനുഷ്യനോട് ദൈവം നേരിട്ട് ഇടപെട്ട് സ്വപ്നത്തിലൂടെ അവനോട് പറയുന്നു, ഞാൻ നിൻ്റെ വല്യപ്പൻ്റെയും നിൻ്റെ അപ്പൻ്റെയും ദൈവമാണ്, ഞാൻ നിൻ്റെ ദൈവവുമാണ് എന്ന് ദൈവം അവനോട് സംസാരിക്കുന്നു. Maybe he was not hanging on to these promises, or maybe he would have forgotten, or maybe his parents must have told him, but he never took that to account. But God was serious with the promise he had made to his father and his grandfather. അത് മാത്രമല്ല, അവനോട് അവൻ്റെ വല്യപ്പനോടും അപ്പനോടും പറഞ്ഞതായ തൻ്റെ വാഗ്ദത്തങ്ങളെ ദൈവം ഇവനെ ഓർമ്മിപ്പിക്കുന്നു. ഒരുപക്ഷെ ഇവന് അതിനെക്കുറിച്ച് അറിവില്ലായിരിക്കാം. ഒരുപക്ഷെ അവൻ്റെ അപ്പനോ വല്യപ്പനോ അവനോ കുറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് പറഞ്ഞു കാണുമായിരിക്കാം. ദൈവാത്മാവ് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് താൻ അവൻ്റെ പൂർവ്വപിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം. And
tells him in Genesis 26, I am the God of your grandfather, and I will do what I have told them I will do. താൻ യാക്കോബിനോട് ദൈവം പറയുന്നത് 28-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ നിന്നോട് നിന്റെ പിതാക്കന്മാരോട് പറഞ്ഞത് ഞാൻ നിശ്ചയമായും അത് നിവർത്തിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. Jacob did not even remember, but the promise receiver can forget the promise, but the one who gives the promise will never forget. വാഗ്ദത്തങ്ങൾ സ്വീകരിക്കുന്ന ആള് ഒരുപക്ഷെ മറന്നുപോകാമായിരിക്കും, പക്ഷെ വാഗ്ദത്തം പറഞ്ഞ ആൾ മറന്നുപോയില്ല, കർത്താവ് നിവർത്തിക്കുക തന്നെ ചെയ്തു. This is the beauty of persisting in prayer. പ്രാർത്ഥനയിൽ നമ്മൾ സ്ഥിരത കാണിക്കേണ്ടത് ആവശ്യം ഇതുകൊണ്ടാണ്. Secondly, we studied this morning that we receive this power to resist the works of the enemy. ഈ രാവിലെ നമ്മൾ രണ്ടാമത് പഠിച്ചത് ഈ ദൈവശക്തി നമ്മുടെ മേൽ കർത്താവ് പകരുന്നത് പിശാചിനെ എതിർത്ത് നിൽക്കുവാനാണ്. We have been given this power from on high, not to fight or engage with the enemy, but to resist and to rebuke and to refuse him access to us. നമുക്ക് ഈ ദൈവശക്തി നൽകി തന്നത് പിശാചുമായിട്ട് മല്ലയുദ്ധം ചെയ്യുവാനല്ല, പിന്നെ പിശാചിനെ എതിർത്ത് നിൽക്കുവാനും അവന്റെ തന്ത്രങ്ങളോട് നോ പറയുവാനും അതിനെ തിരസ്കരിക്കുവാനുമാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ തന്നത്. And we said Isaiah 59:19, when the enemy comes in like a flood, the Lord raises up a banner and he refuses him access to our midst. യെശയ്യാവ് 59:19 രാവിലെ നമ്മൾ ഉദ്ധരിച്ചതാണ്. അവിടെ നമ്മൾ പറയുന്നത് ഒരുപക്ഷെ വെള്ളപ്പൊക്കം പോലെ പിശാചിന്റെ ശത്രുവിന്റെ തന്ത്രങ്ങൾ വരുമ്പോൾ കർത്താവ് യഹോവ അവിടെ ഒരു കൊടി ഉയർത്തിയിട്ട് ഈ തന്ത്രങ്ങൾ, ഈ അക്രമങ്ങൾ, ദുഷ്ടന്റെ തന്ത്രങ്ങൾ നമ്മളെ ഏശാതെ വണ്ണം കർത്താവ് കൊടി ഉയർത്തും. And we said our weapons are not carnal. They are not carnal, and we are not engaging with flesh and blood. That means people. We are engaging with unseen powers in the realms. അതുപോലെ തന്നെ പൗലോസ് പറയുന്നത് നമ്മുടെ യുദ്ധം ജഡീക യുദ്ധമല്ല, ജഡത്തോടല്ല നമ്മൾ പോരാടുന്നത്, പിന്നെ നമ്മൾക്ക് കാണുവാൻ കഴിയാത്ത അദൃശ്യ മണ്ഡങ്ങൾ വ്യാപരിക്കുന്ന ശക്തിയോടെ, ദുഷ്ടാത്മ ശക്തിയോടെയാണ് നമുക്കുള്ള പോരാട്ടം. Thirdly, we said this power has been given to us to perform signs, wonders and miracles. മൂന്നാമതായി ദൈവശക്തി നമുക്ക് തന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നമ്മിലൂടെ നിവർത്തിക്കുവാനാണ് ഈ ശക്തി ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. By the end of this week, our prayer for you is that you would not just be recipients of signs, wonders and miracles, you would become distributors of signs, wonders and miracles. എൻ്റെ പ്രാർത്ഥന ഈ ആഴ്ചയുടെ അവസാന ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്കിന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും സ്വീകരിക്കുന്നവരായിട്ടല്ല, മറിച്ച് അത് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരായി തീരണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. Then finally this morning we said we have received this power to become witnesses of our Lord Jesus Christ. മാത്രമല്ല നമ്മൾ നാലാമത് കണ്ടത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ കർത്താവ് പകരുന്നത് നാം ക്രിസ്തുവിന്റെ സാക്ഷികളാകാൻ വേണ്ടിയാണ്. The book of Acts is the book of witnessing. ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എന്ന് പറയുന്നത് സാക്ഷികളുടെ പുസ്തകം കൂടിയാണ്. Not just the popular people, but the ordinary people are witnessing in Acts. വളരെ പ്രശസ്തരായ ആൾക്കാരുടെ സാക്ഷ്യമല്ല, പിന്നെയോ സാധാരണ ആൾക്കാർ യേശുക്രിസ്തുവിനെ സാക്ഷീകരിച്ച ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തിയിലുള്ളത്. Many of them have been named, but most of them have not been named, but they are still witnessing for Jesus. ഈ അനേകരുടെ പേര് ഇതിൽ പരാമർശിച്ചിട്ടില്ല അപ്പോസ്തല പ്രവൃത്തിയിൽ. എന്നാൽ പേര് പരാമർശിച്ചവരുടെ കുറവാണ്, എന്നാൽ അതിലും അപ്പുറമായി അനേകർ ക്രിസ്തുവിനെ സാക്ഷീകരിച്ചു. We said yesterday that the Spirit grows the church, grows the mission of the church. We said yesterday, but the primary agency the Spirit uses is men and women. നമ്മൾ ഇന്നലെ കണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു എന്നാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ഉപയോഗിക്കുന്നത് സ്ത്രീ പുരുഷന്മാരെയാണ് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി കർത്താവ് ഉപയോഗിക്കുന്നത്. God is looking for men and women in Birmingham today who will stand up and testify about Jesus. യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കാൻ വേണ്ടി ഇന്നും ബർമിംഗ്ഹാമിൽ കർത്താവിന് സ്ത്രീയെയും പുരുഷനെയും ആവശ്യമുണ്ട്. But then this power is also given to us, not just for these spectacular gifts, but this power has been given to us to serve
Jesus and his church faithfully. വീരപ്രവൃത്തികളുടെയും അത്ഭുതങ്ങളുടെയും മാത്രം അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ ശക്തി. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് കർത്താവായ യേശുവിനെയും അവൻ്റെ സഭയെയും ശുശ്രൂഷിക്കുവാനാണ്, ദാസ്യവൃത്തി ചെയ്യുവാനാണ് ഈ ശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. Paul, writing to the church at Colossae in 1:29 Colossians, he says this, "For this I toil, struggling with all his energy that he powerfully works within me." പൗലോസ് പറയുന്നത് എന്നിൽ വ്യാപരിക്കുന്ന, ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് തക്കവണ്ണം ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്നു. Now if you are smart enough and you are here in the morning, you will find these are the same words that he uses in Ephesians 1:19, energy, kratos, iskios, all those words. Now Paul is using, as I serve you and serve Jesus, I struggle, I labor, and I use the same power to serve you and the ഇന്ന് രാവിലത്തെ സെഷന് വന്നവരും ദൈവവചനം ശ്രദ്ധിക്കുന്നവർക്കും മനസ്സിലാകാം, ഇതേ പദം തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ ഉപയോഗിക്കുന്നത്. എത്രമാത്രം അളവറ്റ വലിപ്പം, ദൈവശക്തിയുടെ അളവറ്റ വലിപ്പമെന്നും ദൈവശക്തിയെക്കുറിച്ചും നാം രാവിലെ കണ്ടത്. Serving Jesus is hard work. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുക, കർത്താവിൻ്റെ വേലക്കാരനായിരിക്കുക, അത് വളരെ ബുദ്ധിമുട്ടുള്ള And especially if you are in full time, it is hard work. അത് ഫുൾ ടൈം മിനിസ്ട്രി ആണെങ്കിൽ അത് ഏറ്റവും വളരെ ശ്രമകരമായ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. It is not just physically hard, it is emotionally draining and even spiritually draining, serving God and his people. വികാരപരമായും ആത്മീയപരമായിട്ടും വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ് കർത്താവിൻ്റെ ജനത്തെ ശുശ്രൂഷിക്കുക. I'm not trying to belittle or not trying to put it on a pedestal, but I just want to encourage you. Following Jesus, being a disciple itself is a hard job. ഞാൻ ഒരു കാര്യം പറയട്ടെ, യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. And let me put this in a way you can understand. If you are not struggling to follow Jesus, that means you are not following Jesus at all. യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ ശരിയായ യേശുവിനെ അനുഗമിക്കുന്നില്ല എന്നുള്ളതാണ് അതിനർത്ഥം. That means you are struggling with emotion, comments of people, behavior of people, attitude, and you are struggling. You want the old self is trying to come out of the jacket, but you are containing it. And if you are doing this, you are following Jesus. നിങ്ങളെ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ മറ്റുള്ളവരുടെ കമൻറ്റുകൾ, അതുപോലെ മറ്റുള്ളവരുടെ വാക്കുകൾ, ഇത് വരുത്തുന്നതായ മുറിവുകൾ, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതികരിക്കാതെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കർത്താവിനെ അനുഗമിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസി. But the Holy Spirit has given us this power not just to speak in tongues, not just to do the miraculous, but to bear the cross and continue to follow Jesus. Not just follow Jesus, do and complete our assignment. കർത്താവായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ ശക്തി നമ്മുടെ മേൽ പകർന്നു തന്നിരിക്കുന്നത് കേവലം അന്യഭാഷ പറയാനല്ല, പിന്നെയോ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇതെല്ലാം സഹിച്ചുകൊണ്ട്, നമ്മുടെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും സഹിച്ചുകൊണ്ട് വിശ്വസ്തയോടെ നമ്മുടെ ഓട്ടം പൂർത്തീകരിക്കുന്നതുവരെ അവനെ അനുഗമിക്കുക. അതിനാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പകർന്നിരിക്കുന്നത്. When the disciples were trying to reserve a seat in the heavenly kingdom, Jesus took on a towel, sat down before them and began to wash their feet. It would have been enough, but then he turns and says in John, he says 13, he says, "As I have done to you, go and do likewise to others also." നമ്മളെപ്പോലെ വളരെ കംഫോർട്ടബിൾ ആയിട്ട് ശിഷ്യന്മാരെല്ലാം അടുത്ത് കൂടി ഇരിക്കുമ്പോഴാണ് യേശു ക്രിസ്തു തൻ്റെ മേൽ തുവാല എടുത്ത് അരയ്ക്ക് ചുറ്റി ഒരു ദാസനെ പോലെ അവരുടെ കാലുകൾ കഴിയത്. അത്രയും മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് യേശു ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചെയ്തു, യജമാനും ഗുരുമായ ഞാൻ ചെയ്തുപോലെ നിങ്ങളും അന്യോന്യം ചെയ്യുവിൻ. See, washing the feet of disciples is okay, but washing the feet of the one who will betray you is next level. ശിഷ്യന്മാരുടെ കാല് കഴുകുക എളുപ്പമാണ്, പക്ഷേ നിങ്ങളെ ഒറ്റിക്കൊടുക്കുവാൻ ഇരിക്കുന്ന ആളിനെ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ കാല് കഴുകുക എളുപ്പമല്ല. Lord, don't ever allow us to be there. That is my prayer. എൻ്റെ പ്രാർത്ഥന, കർത്താവേ, ഒരിക്കലും ആ ഒരു തലത്തിലേക്ക് ഞങ്ങളെ നയിക്കരുത് എന്നാണ്. But the master has set us a standard
and we have to rise up to that. എന്നാൽ അതോടൊപ്പം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഗുരു, നമ്മുടെ യജമാനൻ, അവൻ വെച്ചൊരു മാതൃകയുണ്ട്. നമ്മൾ ആ മാതൃകയിലേക്ക് ഉയരണം. Colossians chapter 3 verse 17, Colossians 3:23 give us another indicator of how we need to serve Jesus. കൊലോസ്യ ലേഖനം 3:17-23 അവിടെ നമ്മൾ യേശുവിനെ എങ്ങനെ ശുശ്രൂഷിക്കണമെന്നുള്ളതിന്റെ മറ്റൊരു പ്രതീകം കാണാം. Whatever you do in word or deed. Everybody say word or deed. Word or deed. Scream word or deed. Word or deed. Do everything in the name of the Lord Jesus, giving thanks to God the Father through him. ഹല്ലേലൂയ. വാക്കിനാലോ ക്രിയയാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തും പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പി. 3:23 whatever you do, again work heartily, work from your heart as for the Lord and not for men. നിങ്ങൾ എന്ത് ചെയ്താലും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. We are called to serve one another. We are called to serve Jesus. We are called to serve the church. We are called to serve the purposes of God. അന്യോന്യം നമ്മൾ ശുശ്രൂഷിക്കുക, കർത്താവിനെ ശുശ്രൂഷിക്കുക, കർത്താവിൻ്റെ സഭയെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. A while ago I heard few youngsters tell me this line, I was used by the church. ചില നാളുകൾക്ക് മുമ്പ് കുറച്ച് ചെറുപ്പക്കാർ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, എൻ്റെ സഭ ഒരു വിധത്തിൽ എന്നെ അങ്ങ് ഉപയോഗിക്കുകയാണ്. I could not reply then, but later on I stood and I thought to myself, what were you up to? Yes, you wanted God to use you and God used you, and now you are complaining that God used you. I feel used. അന്നേരം എനിക്ക് മറുപടി പറയാനായിട്ട് തോന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ ഉപയോഗിക്കണമെന്ന്. കർത്താവ് ഉപയോഗിക്കുമ്പോൾ അതിന് പരാതിയുമാണ്. If you are one of those, just leave it and continue to pray, Lord, use me. Even if I feel I'm used, I want to be used for your glory and for your fame. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ ഉപയോഗിക്കും, ഞാൻ ചർച്ചനെ ഉപയോഗിക്കുന്നുള്ള ഫീലിംഗ് ഉണ്ടെങ്കിലും കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എന്നെ അധികമായി ഉപയോഗിക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. These are corrosions of the flesh that are eating into your calling, that are eating into your Christ likeness. We need to remove those corrosions so that can be pure, blameless and without spot and wrinkle. ഇരുമ്പിനെ തുരുമ്പ് പിടിപ്പിക്കുന്നത് പോലെ നമ്മുടെ യേശുക്രിസ്തുവിനെ പോലെ ആകുവാനുള്ള നമ്മുടെ ജീവിതത്തെ തുരുമ്പ് പിടിപ്പിക്കുന്നതായ ജഡീക ചിന്തകളാണ് ഈ പറഞ്ഞ ചിന്തകളൊക്കെ. Your master taught me and you that if somebody takes something from you, go the extra mile, do something more that he has not asked you to do, so that he will be put to shame and your God will be glorified. ഞാനും നിങ്ങളും അനുഗമിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും യജമാനും ഗുരുവുമായ കർത്താവുമായി പഠിപ്പിച്ചത്, നിങ്ങളുടെ വസ്ത്രമെങ്കിലും ആരെങ്കിലും എടുത്താൽ അവൻ അടുത്ത് എന്നിട്ട് അവന് അല്പം കൂടെ അവന് നന്മ ചെയ്യുവാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കർത്താവിനെയാണ് നാം പിൻപറ്റുന്നത്. Serving is what our master did, and we are also called to serve. നമ്മുടെ യജമാനൻ ചെയ്തത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയായിരുന്നു, അവൻ മറ്റുള്ളവരെ ശുശ്രൂഷിച്ചു. അങ്ങനെ അത് തന്നെയാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. The best way to kill your flesh is to serve other people. നമ്മുടെ ജഡത്തെ കൊല്ലുവാനുള്ള ഏറ്റവും വലിയൊരു മാർഗം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. And don't think this is a verse, but let me rephrase it for you. What you want others to do to you, just do it. Just do it because it is not going to easily happen, and that will take the killing of the flesh when you want to do to others. മറ്റുള്ളവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നു, അത് മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ജഡത്തെ ക്രൂശിക്കുന്നത്. Dreaming big is good, but we have to begin somewhere. Begin today, begin tomorrow, begin this week, begin this month, begin this fasting prayer, and begin to work hard for the glory of God. പലർക്കും വലിയ
സ്വപ്നങ്ങളുണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങളിൽ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് തുടക്കം ആവശ്യമുണ്ട്. എവിടെയെങ്കിലും തുടങ്ങണം. ഇന്ന് തുടങ്ങുക, അടുത്ത ആഴ്ച തുടങ്ങുക, ഒരു മാസത്തിനുള്ളിൽ തുടങ്ങുക. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹവും സ്വപ്നവും മാത്രം പോലെ നമുക്ക് തുടങ്ങണം. തുടങ്ങിയെങ്കിൽ മാത്രമേ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. Don't think that when you put the offering, your commitment is over. No. We need to put the offering, and sometimes we need to come inside the offering so that we can become an offering for God. അതായത് നമ്മൾ വിചാരിക്കരുത് ഓഫറിങ് ഇട്ടതുകൊണ്ട് മാത്രം എല്ലാം ആയെന്ന് വിചാരിക്കരുത്. തീർച്ചയായിട്ടും നമ്മൾ ഓഫറിങ് ഇടണം. അപ്പോൾ തന്നെ ദൈവം നമ്മെക്കുറിച്ച് ചിലപ്പോൾ ആഗ്രഹിക്കുന്നു നമ്മൾ തന്നെ ഒരു ഓഫറിംഗായി മാറണം. Hallelujah. Somebody shout a loud and long hallelujah. നമുക്ക് നീളത്തിൽ ഒരു ഹല്ലേലൂയ പറയാൻ കഴിയും. ഹല്ലേലൂയ. And God, as I've said many times this week, God will not expect something from you which He will not enable you to do. That is why He supplies the power of the Holy Spirit so that you can maximize your time and your years. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യട്ടെ. ഒരിക്കലും കർത്താവിന് തൻ്റെ കൃപയും നമ്മുടെ മേൽ പകരാതെ, കർത്താവ് നമ്മളെ ശക്തീകരിക്കാതെ, കർത്താവ് നമ്മളോട് ഒന്നും ആവശ്യപ്പെടത്തില്ല. താൻ എന്തെങ്കിലും നമ്മളോട് ചെയ്യുവാൻ ആഗ്രഹിച്ചാൽ അതിനുള്ള കൃപയും അതിനുള്ള ശക്തിയും തന്ന് നമ്മളെ അതിന് ശക്തീകരിച്ചിട്ട് കർത്താവ് അത് നമ്മളോട് ആവശ്യപ്പെടുകയുള്ളൂ. Hallelujah. Many years ago, in the house of my grandfather, my mother's father, in Thrissur, there was a special utensil outside the home called kindi. ഞങ്ങളുടെ മമ്മിയുടെ വീട്ടിൽ, വല്യപ്പച്ചന്, മമ്മിയുടെ അപ്പച്ചന് അവരുടെ വീടിൻ്റെ പുറത്ത് അന്ന് കിണ്ടി എന്ന് പറയുന്ന ഒരു ഉപകരണം. So the beauty of the kindi is, it is looking fabulous sitting outside, but it is of no use until water is poured. And then when the water is poured out of the kindi, it is not coming because of the kindi. It is coming because somebody has poured into the kindi the water, and the kindi can now give water and become of use to the master. ഈ കിണ്ടി വരാന്തയിൽ ഇരുന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ആരെങ്കിലും ആ കിണ്ടിയിൽ വെള്ളം ഉപയോഗിക്കുകയും വെള്ളം നിറയ്ക്കുകയും അതിലൂടെ അത് വെള്ളം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അത് ഉപയോഗപ്രദമായി മാറത്തുള്ളൂ. ഇല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. So please understand, as you serve, the master will fill you first. Hallelujah. Will fill you first. Amen. And then ask you to give out what I have given to you. ദൈവത്തിന് നാം കർത്താവിനോട് പ്രാർത്ഥിക്കണേ, യജമാനനെ എന്നെ നിറയ്ക്കണമേ, എന്നെ അങ്ങ് നിറച്ചെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയത്തുള്ളൂ, ഉപയോഗപ്രദമായി തീരുവാൻ കഴിയത്തുള്ളൂ. Even with things including finances, when the Lord is asking you to give something, the Lord will actually place inside of you, and then you're not supposed to rob a bank, you're not supposed to kill somebody or steal from somebody. When the Lord is prompting you to give, He has already given you, or He will give you, but He's looking for a willingness from the kindi and saying, Lord, I'm willing to be a vessel. You give me so I can give you. വളരെ ആഴമേറിയ ഒരു സത്യമാണ് ഇതിനകത്തിൽ. അതിനും സൗന്ദര്യം കാണും, അത് വിലപിടിപ്പുള്ളതാകും. പക്ഷേ അത് പകർന്നില്ലെങ്കിൽ, അതിനകത്തിൽ വെള്ളമില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല കർത്താവിന്. So one of the prayers you can pray, Lord, you give me so that I can give. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ കർത്താവിന് കൊടുക്കുന്നുള്ള ബന്ധത്തിലും ഒരാൾ നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് അത് കർത്താവ് നമ്മുടെ കയ്യിൽ തരും, തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തരും. അതിനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ദൈവം നമ്മിലേക്ക് പകരുവാൻ കഴിയത്തുള്ളൂ. Time and again, Christy and I have committed without thinking or believing. We have said, done, we are doing it, and without anything. And the Lord has provided so that we can become that vessel to go. പലപ്പോഴും കൊടുക്കുന്നുള്ള ബന്ധത്തിലും almost every time. എപ്പോഴും ദൈവം ഞങ്ങളോട് പറയുമ്പോൾ കയ്യിൽ കാണത്തില്ല, പക്ഷേ കയ്യിൽ കാണാതെ ഞങ്ങൾ കമ്മിറ്റ് ചെയ്യും, തരാം, സഹായിക്കാന്ന് പറയും. പക്ഷേ എപ്പോഴും ദൈവം ഞങ്ങളെ കൊടുക്കുവാനായി ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുകയും. This is the beauty of serving faithfully. കർത്താവിനെ ശുശ്രൂഷിക്കുക വിശ്വസ്തയോടെ എന്നതിൻ്റെ മനോഹാരിത അവിടെയാണ്. We are called to serve faith. Next one. What do we do with this power the Lord has given to us? We are called to suffer joyfully. അടുത്തത് എന്ന് പറയുന്നത് സന്തോഷത്തോടെ കഷ്ടം സഹിക്കുക. അതിനാണ് ഈ ശക്തി പകരുന്നത്. The cross is not an ornament to be worn, but it is something that has to be carried painfully yet joyfully all the days of our life. ഈ ക്രൂശ് എന്ന് പറയുന്നത് ഒരു ആഭരണം പോലെ അലങ്കരിക്കുവാനുള്ളതല്ല, മറിച്ച്
സന്തോഷത്തോടെ വേദനയുണ്ടെങ്കിലും സന്തോഷത്തോടെ വഹിക്കുവാനുള്ളതാണ് ക്രൂശ്. Some of these old songs when we sing, I tell you, I am not only challenged, I am worried. I'm worried because those songs were written as they were painfully enduring their journey of faith, but they were hopeful and joyful, and that is why they could sing in spite of the challenges they were facing. ചില പഴയ പാട്ടുകളൊക്കെ പാടുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് എങ്ങനെ അവർക്ക് അങ്ങനെ പാടുവാൻ കഴിഞ്ഞു. കാരണം അവരെ കഷ്ടത സന്തോഷത്തോടെ സഹിച്ചതുകൊണ്ടാണ് അവരുടെ കഷ്ടതയിലും അങ്ങനെ പാടുവാൻ കഴിഞ്ഞത്. What is your experience when you experience pain, rejection, loneliness, suffering, denial of prayers, heavens closed, people leave you, you are misunderstood? What is our response? I want to ask you this evening. ഈ വയ്യസമയം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ, മറ്റുള്ളവർ നിങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ, ഏകാന്തത വരുമ്പോൾ, മറ്റുള്ളവർ നിങ്ങളെ തെറ്റിദ്ധരിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ വേദനകൾ കടന്നു വരുമ്പോൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈവൻ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ, സ്വർഗം എനിക്ക് എതിരെ കെട്ടി അടച്ചിരിക്കുന്നുവോ, അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? സ്തോത്രം. I say this with fear and with a broken heart that I am not perfect, but we need the power of the Holy Spirit to endure suffering joyfully. ഞാനിത് പറയുമ്പോൾ ഞാൻ ഒരു സമ്പൂർണ്ണമായിട്ട് പറയുകയല്ല, ഭയത്തോടും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയോടും ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രിയപ്പെട്ട വിശ്വാസികളെ കഷ്ടത അനുഭവിക്കുമ്പോൾ അത് സന്തോഷത്തോടെ അനുഭവിക്കുവാൻ ദൈവം ശക്തി തരികയാണ്. Right now media is in a media ministry out of US, and they recently asked me to do a 4-part series on persecution and the church's response to persecution. എന്നോട് Right Now Media is a company in the US. റൈറ്റ് നൗ മീഡിയ എന്ന് പറയുന്നത് US-ലുള്ള ഒരു കമ്പനിയാണ്. അവരെന്നോട് പറഞ്ഞു ഇന്ത്യയിലെ പെർസിക്യൂഷൻ, പ്രതികൂലത്തെക്കുറിച്ചും ഉപദ്രവത്തെക്കുറിച്ചും അതോടൊപ്പം അതിന് സഭയുടെ പ്രതികരണത്തെക്കുറിച്ചും ഒരു 4 വീഡിയോ എപ്പിസോഡ് തരാനായിട്ട് പറഞ്ഞു. And they said we have approached 3 other men in the country, but they have not been able to do it. ഞങ്ങൾ മറ്റു 3 പേരോട് ചോദിച്ചു, പക്ഷേ അവർ അത് ചെയ്തില്ല എന്ന് പറഞ്ഞു. But then immediately I said I cannot do this because this is very painful and very personal. ഞാൻ അവരോട് പറഞ്ഞു ഞാനിത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം അത് ഒന്ന് വ്യക്തിപരമായ വിഷയങ്ങളും അതോടൊപ്പം അത് വേദനാജനകമായ വിഷയങ്ങളുമാണ്. Because I've been working with the persecuted friends and families, and I know this is painful. It's not worth advertising. It's not something that you can make a t-shirt out of. I've been persecuted or I've been suffering for Jesus. No, this is something that is done personally in adoration of Jesus, and I don't want to make an episode out of it. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് എന്നോട് താല്പര്യമില്ല, കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ഉപദ്രവിക്കപ്പെടുന്ന ദൈവജനത്തിൻ്റെ മധ്യയാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ കൂട്ടുകാർ, എൻ്റെ സ്നേഹിതർ, എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം അങ്ങനെയുള്ളവരാണ്, ഞങ്ങളുടെ കൂടെയുള്ള യാത്രികർ. അതുകൊണ്ട് എനിക്ക് അവരുടെ ഈ വേദന, അവരുടെ കഷ്ടം ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെ എടുക്കുവാനോ അല്ലെങ്കിൽ ഒരു ടീഷർട്ട് ഉണ്ടാക്കുവാനോ persecuted ഉപദ്രവിക്കപ്പെട്ടെന്ന് പറയുവാനോ അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. Romans 8:18 Paul writes like this, for I consider that the sufferings of this present time are not worth comparing with the glory that is to be revealed in us in the time to come. റോമാലേഖനം 8:18 ഇപ്രകാരം വായിക്കുന്നു, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന്. Romans 8:35 who shall separate us from the love of Christ? Shall tribulation? All of this is facing, that is why he's writing. Shall tribulation or distress or persecution or famine or nakedness? Remember, he was asking for a cloak, or nakedness or danger or sword. Nothing can separate us from the love of God. അതുപോലെ 8:35 വായിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർപിരിക്കും? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ആർ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുമെന്ന്. Yes, one of his epistles he writes to his followers, he says, I left my cloak in Troas. It's cold here. I am the international apostle, but please I don't have a cloak. Can you bring it? And please, not just the cloaks, but the parchments also, please, so that I can read
and be warm at the same time. ഇത് നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ ഇങ്ങനെ എഴുതുന്നു, ഞാൻ ത്രോവാസിൽ എൻ്റെ പുതപ്പ് വിട്ടിട്ട് പോന്നു, ഇപ്പോൾ ഇവിടെ വളരെ ശൈത്യമാണ്, വളരെ കോൾഡാണ്, വിൻ്ററാണ്, അതുകൊണ്ട് എൻ്റെ പുതപ്പൊന്ന് കൊണ്ടുവരാമോ, അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് വായിക്കാനായിട്ട് ആ ബുക്കൂടെ ഒന്ന് കൊണ്ട് ചർമ്മലിഖിതം കൂടെ കൊണ്ടുവരാമോ എന്ന്. I'm speaking to myself the next 2 lines. അടുത്ത 2 ലൈൻസ് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയാണ്. When our cupboards are full of warm clothes, when our shoe cupboards are falling apart because of the number of shoes, when we are looking for new almaris to store our clothing, there are a few men and women of God who are praying for one shirt, one t-shirt, one broken shoe. They are praying and they're saying, God, if you could have one more shoe, Lord, I will go across the mountains to preach the good news. I'm talking to myself, as I said earlier, and you have the privilege of listening to it. ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ വസ്ത്രങ്ങൾ വെക്കുവാൻ സ്ഥലമില്ലാതെ വേറെ അലമാരിക്ക് വേണ്ടി നമ്മൾ തിരയുമ്പോൾ, നമ്മുടെ കബോർഡുകൾ ജാക്കറ്റ്സ് കൊണ്ട് നിറയുമ്പോൾ, നമ്മുടെ ഷൂ വെക്കുവാൻ സ്ഥലമില്ലാതെ മറ്റൊരു ഷൂ റാക്കിന് വേണ്ടി അന്വേഷിക്കുമ്പോൾ, ലോകത്തിൻ്റെ മറുഭാഗത്ത് ഒരു ഷൂ കൂടെ കിട്ടിയിരുന്നുവെങ്കിൽ, ഒരു നല്ല ഷൂ കിട്ടിയിരുന്നുവെങ്കിൽ, പർവ്വതങ്ങൾ താണ്ടി കർത്താവിനെ സാക്ഷീകരിക്കുവാൻ, കർത്താവിനെ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മറുപക്ഷത്തുണ്ട് എന്ന് മറന്നു പോകരുത്. When I go to the mission field, I always try to take some of my shirts and I love to give to them. But the joy they have, it is as if they have just bought a shirt from Harrods in London. This is the joy they have. This has been used, torn, stitches falling apart. But to see the joy, I tell you, it's very painful. It's very painful. ഞാൻ ഗ്രാമങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ എൻ്റെ പഴയ ഉപയോഗിച്ച ഡ്രസ്സ് ഷർട്ടുകൾ കൊണ്ടുപോകുമ്പോൾ, അതവർ കൊടുക്കുമ്പോൾ, നിങ്ങൾ ഹാരഡ്സ് ലണ്ടനിൽ നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷത്തിൻ്റെ പ്രതീതിയാണ് ഗ്രാമങ്ങളിലെ ദൈവഭക്തന്മാർക്ക്. After COVID, the Lord allowed me to record messages, and my team has forced me to buy shirts because they said we can't repeat shirts, sir. Pastor, we have to. So I bought a lot of shirts, but I cannot wear them for long because I think somewhere in my heart I'm thinking, I cannot stack them. ഈ കോവിഡിൻ്റെ സമയത്ത് മെസ്സേജുകൾ റെക്കോർഡ് ചെയ്തിട്ട് ഗ്രാമങ്ങളിൽ അയക്കണമായിരുന്നു. അപ്പോൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ സഹോദരങ്ങൾ പറയുമായിരുന്നു, പാസ്റ്റർ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ഷർട്ട് തന്നെ ആകുമ്പോൾ അതൊരു മോശമല്ലേ, അതുകൊണ്ട് കുറച്ച് ഷർട്ടുകളും വാങ്ങിച്ചാൽ മാറി ഉപയോഗിക്കാൻ വേണ്ടി അത് നിമിത്തം കുറച്ച് ഷർട്ടുകൾ വാങ്ങിച്ചുവെങ്കിലും എൻ്റെ ഹൃദയത്തിന് സ്വസ്ഥത വന്നില്ല. കാരണം അത് ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ അത് കൊടുക്കുന്നിടയായി തീർന്നു. I have the grace. The Lord has provided for me. I'm not asking that I want to buy a shirt, but yes, I have the grace, but somehow we have to be sensitive to those who are in need around us. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ഷർട്ട് വാങ്ങിക്കേണ്ടെന്നൊന്നുമല്ല. പക്ഷേ നമ്മൾ എക്സ്ട്രാ ഷർട്ടുകൾ വാങ്ങിക്കുമ്പോൾ, ആവശ്യത്തിനധികമായി കാര്യങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അപ്പുറത്ത് നമ്മളെപ്പോലെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന സഹയാത്രികരുടെ കൂട്ടത്തിൽ പലരും ഒരു നല്ല ഷർട്ടിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടില്ലാതെ അത് മറന്നു പോകരുത്. അതിന് നമ്മൾ സംവേദനശീലമുള്ളവരായിരിക്കണം. Youngsters, I want to give you a good habit. ചെറുപ്പക്കാർക്ക് ഒരു ഹാബിറ്റ്, നല്ലൊരു ഹാബിറ്റ് ഞാൻ പറയട്ടെ. When you buy a new thing, make sure you give away something. നിങ്ങളൊരു പുതിയ സാധനം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ മറ്റൊരാൾക്ക് മറ്റൊന്ന് കൊടുക്കുവാൻ നിങ്ങൾ ഒരു ന്യൂ ഹാബിറ്റ് ഉണ്ടാക്കുമോ? It's not a good deal because you're getting a good and you're giving a old, but still it's good for your soul and for somebody who will receive it at the end of the day. അതൊരു നല്ല ഹാബിറ്റാന്ന് പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് നല്ല ഡീലാന്ന് പറയുന്നില്ല, കാരണം നിങ്ങൾ പുതിയത് വാങ്ങിക്കുന്നു, പഴയതൊരാൾക്ക് കൊടുക്കുന്നു. പക്ഷേ എങ്കിലും അതൊരു നല്ല ഹാബിറ്റാണ്, കാരണം മറ്റൊരാൾക്ക് അത് ഉപയോഗപ്പെടുമല്ലോ. അതുകൊണ്ട് 1 Peter 2:21, for this you have been called, because Christ also suffered for you, leaving you an example so that you might follow in his footsteps. In other words, for this you have been called. That means to suffer for Jesus. 1 പത്രോസ് 2:21 നാം വായിക്കുന്നു, ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു നല്ല മാതൃക വെച്ചു പോയിരിക്കുന്നു, അതിനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. James 1:2, count it all joy when you get awards and medals. No,
my brothers, when you meet various trials, various manifold colored trials. യാക്കോബ് 1:2 ഇപ്രകാരം വായിക്കുന്നു, എൻ്റെ സഹോദരന്മാരെ, വിവിധ പരീക്ഷകളാൽ നിങ്ങൾ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങൾക്കൊരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് വിചാരിക്കരുത്. John 16:33, in this world you will have tribulation, but take heart, I have overcome the world. യോഹന്നാന്റെ സുവിശേഷം 16:33 കർത്താവ് പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. Too many people think suffering means not eating your favorite apple pie. ചിലർ വിചാരിക്കുന്നത് കഷ്ടത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായ ആപ്പിൾ പൈ കഴിക്കാതിരിക്കുന്നതാണ് സഫറിങ് എന്നാണ് വിചാരിക്കുന്നത്. We cannot suffer by ourselves. That is why the Holy Spirit enables us to suffer. And if we suffer righteously, there is not just a reward, but there is a purpose that is fulfilled for the kingdom of God. നമുക്ക് സ്വയം ഈ കഷ്ടത ഇങ്ങനെയുള്ളത് അനുഭവിക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ഇത് സഹിപ്പാൻ ദൈവം നമ്മൾക്ക് കൃപ തരുമ്പോൾ ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുകയും കർത്താവിൻ്റെ നാമം മഹത്വമെടുക്കുകയും നമുക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. God is not a strange God who loves violence and wants to put people in pressure and suffering and he doesn't enjoy and say, oh no, he has a purpose when he puts us in the furnace and he wants to bring out something in us and for us. ചിലർ വിചാരിക്കുന്ന പോലെ കർത്താവ് നമ്മളെ സമ്മർദ്ദത്തിലാക്കി കഷ്ടത്തിലാക്കി നമ്മുടെ കഷ്ടവും സമ്മർദ്ദവും സ്ട്രെസ്സും കണ്ടിട്ട് അപ്പുറത്ത് മാറി ചിരിക്കുന്ന ഒരു ദൈവം അല്ലല്ല. പിന്നെയോ അതിന് പിന്നിൽ അവന് ഉദ്ദേശമുണ്ട്. ആ പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളെ കഷ്ടതയുടെ തീച്ചൂളയിലേക്ക് കർത്താവ് ചിലപ്പോൾ അനുവദിക്കുന്നത്. As I said yesterday, you don't have to invite suffering, neither you have to glorify suffering. But if it comes your way, you have to embrace suffering joyfully. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കഷ്ടതയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കണ്ട. അതുപോലെ കഷ്ടതയെ നിങ്ങൾ കഷ്ടതയെ വരണമേ എന്ന് പ്രശംസിക്കുകയും വേണ്ട, മഹത്വീകരിക്കുകയും വേണ്ട. എന്നാൽ കഷ്ടത നമ്മുടെ ജീവിതയാത്രയിൽ വന്നാൽ സന്തോഷത്തോടെ സഹിപ്പാൻ കർത്താവിനോട് കൃപയ്ക്കായി യാചിക്കാം. Power to endure till the end. The power to endure. അവസാനം വരെ സഹിപ്പാനുള്ള ദൈവശക്തി. സ്തോത്രം. Many begin the race, only few end it, and those who end it well will be rewarded. ഒരുപാട് പേര് ഓട്ടക്കളത്തിൽ ഓടുവാൻ തുടങ്ങി, എന്നാൽ എല്ലാവരും പൂർത്തീകരിക്കുന്നില്ല. എന്നാൽ സഹനതയോടെ ഓട്ടം പൂർത്തീകരിക്കുന്നവർ തീർച്ചയായും അതിന്റെ പ്രതിഫലം പ്രാപിക്കും. I want to encourage you. I want to remind you that those who finish the race ഞാൻ നിങ്ങളോട് ഒരു will കാര്യം get the reward. പറയട്ടെ, ഈ ഓട്ടം വിശ്വസ്തയോടെ പൂർത്തീകരിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കും. Many begin, few finish. ഒരുപാട് പേര് തുടങ്ങി, കുറച്ചു പേര് പൂർത്തീകരിച്ചു. Jesus and Paul are the two people in the New Testament who said, finished. I have finished what God asked me to do. I have finished my assignment. പൗലോസും യേശുക്രിസ്തുമാണ് പുതിയ നിയമത്തിൽ ഞാൻ പൂർത്തീകരിച്ചു എന്ന് പറയുന്നത്. കർത്താവിനെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചു എന്ന് പറയുന്ന രണ്ടുപേര് യേശുവും പൗലോസും. And it has to be our prayer. Lord, I want to end well. I want to finish well. നമ്മുടെ പ്രാർത്ഥനയിൽ ഒന്നതായിരിക്കണം, കർത്താവേ എനിക്ക് എൻ്റെ ഓട്ടം വിശ്വസ്തയോട് പൂർത്തീകരിക്കണം. അത് നമ്മുടെ നിശ്ചയമായ പ്രാർത്ഥനയായിരിക്കണം. What are the scriptures? 1 Peter 1:5 says something like this. 1 പത്രോസ് 1:5 ഇപ്രകാരം പറയുന്നു. It says here, we are called not just, somebody read it please, 1 Peter 1:5. Yes, who by God's praise are guarded through faith for a salvation ready to be revealed in the last time. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതായ അവകാശത്തിനായി തന്നെ വീണ്ടും ജീവിപ്പിച്ചിരിക്കുന്നത്. next maybe Malayalam probably 4 ആയിരിക്കും. 4 എന്ന് കാണിക്കോ? yes. Okay, so we are guarded by God till the end. അവിടെ നമ്മൾ കാണുന്നത് അവസാനം വരെയും നമ്മ കർത്താവിനാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. In this passage by Peter, he is actually saying your reward is being guarded in heaven, and at the same time you are being guarded so that you can receive your reward.
ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഇതാണ്, നമ്മെ കർത്താവ് സൂക്ഷിച്ചിരിക്കുന്നു, മാത്രമല്ല നമ്മുടെ പ്രതിഫലവും കർത്താവ് സൂക്ഷിച്ചിരിക്കുന്നു. Everybody say, I am guarded by God. Say this. I am guarded by the One more Lord. time. I am guarded by God. I am guarded by the At the same time, say this. At the same time, At the same time, my reward is also guarded. my reward is also guarded. The word that Peter uses is the word garrison. That means my reward in heaven is garrisoned so that none can steal it. But if I am faithfully enduring till the end, I will receive my reward. പത്രോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗാരിസൺ എന്നാണ്, ഒരു കോട്ട എന്നുള്ളതാണ്. എൻ്റെ റിവാർഡിനെ സൂക്ഷിച്ചിരിക്കുന്നു, ആർക്കും എടുക്കുവാൻ കഴിയാത്ത രീതിയിൽ. I want to encourage you become long distance runners, not short sprinters, long distance runners. ഞാൻ ഇന്ന് വൈകിയ സമയം നിങ്ങളോട് അപേക്ഷിക്കുന്നത് പെട്ടെന്ന് ഓടിത്തീർക്കുന്ന ഓട്ടമല്ല, പിന്നെയോ ഒരു വലിയ മാരത്തോൺ പോലെയുള്ള ദീർഘദൂര ഓട്ടം ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ക്രിസ്ത്യ ജീവിതത്തിൽ. What was the reference for the benediction we used on the first day? 2 Corinthians 13, which scripture? 13 is the benediction. Now the grace of our Lord Jesus Christ and the love of the Father and the communion of the Holy Spirit abide with us. That is the one benediction. But there are other benedictions also in the Bible. One is the Aaronic benediction in Numbers chapter 6. And also another we find in Jude. Only one chapter. Verses 24 and 25 is another benediction that can be pronounced. See, ഇത് ഒരു ആശീർവാദം മാത്രമാണ് നമ്മൾ കാണുന്ന 2 കൊരിന്ത്യർ 13 അധ്യായത്തിൽ. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ അഹരോന്യ ആശീർവാദം സംഖ്യാപുസ്തകത്തിൽ കാണുന്നു. അതുപോലെ തന്നെ യൂദായുടെ ലേഖനത്തിൽ നമ്മൾ മറ്റൊരു ആശീർവാദ ശബ്ദം കാണുന്നു. And it says in Jude 24:25, now to him who is able to keep you from stumbling and to present you blameless before the presence of his glory with great joy, to the only God our Savior through Jesus Christ our Lord, be glory, majesty, dominion and authority before all time and now and forever. Amen. യൂദ 1:24-25 നമ്മൾ വായിക്കുന്നു, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. അടുത്ത വാക്യം, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സകലകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. And you mark the word Shakti in Malayalam, Shakti, power. This is the power that the Holy Spirit supplies to endure, to finish the race, to endure till the end. ഇവിടെയും നമ്മൾ കാണുന്ന അതേ പദമാണ് ശക്തി. കർത്താവ് നമുക്ക് ശക്തി നൽകുന്നു അവസാനം വരെ കാക്കപ്പെടുവാൻ. സ്തോത്രം. The church in the west and in the east is suffering major crisis as one after the other. Christian leaders are implicated for various reasons. Christian leaders are leaving, are forced to leave the pulpit for various reasons. See, നമ്മൾ ഈസ്റ്റിലും പാശ്ചാത്യ രാജ്യങ്ങളിലും പൗരസ്ത്യ രാജ്യങ്ങളിലും ഉള്ള സഭകൾ ഒരുപോലെ ബുദ്ധിമുട്ടുന്ന ഒരു വിഷയമുണ്ട്. അനേക ദൈവദാസന്മാർ പല കാരണങ്ങളാൽ അവർ പുൾപിറ്റ് വിട്ടുമാറുന്നു. I don't want to go into the reasons why they are forced to leave the pulpit. എന്തുകൊണ്ടാണ് അവർ ശുശ്രൂഷ വിട്ടുമാറുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. But I want to tell you, we have to pray the other way. We want to finish well, Lord. We want to finish well. We want to finish well as a church. We want to finish well in our lives, so that from our lives nothing will come that will discredit or dishonor your name. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ നാമത്തിന് അപമാനം വരുന്ന ഒന്നും എന്നിൽ നിന്നുണ്ടാകരുതേ, എൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടാകണമേ, ഉണ്ടാകരുതേ. വിശ്വസ്തയോടെ എൻ്റെ ഓട്ടം പൂർത്തീകരിപ്പാൻ കൃപ തരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. Finish well. Finish well. ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കുക. Say this with me. Finishing well is important. Say this. എന്നോട് ചേർന്ന് പറയുക, finishing well is important. Beginning good is important. Say that. Beginning good is important. But finishing well is even more important. But finishing well is even more important. Sometimes nowadays I'm teaching, when I'm speaking to pastors, I'm encouraging them. പലപ്പോഴും ഞാൻ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ദാസന്മാരെ, പാസ്റ്റേഴ്സിനെ പഠിപ്പിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത്. I'm actually encouraging some of them to do less. ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾ കുറച്ച് ചെയ്യുക എന്ന്. Do less, do a little more slow. കുറച്ചുകൂടെ പതുക്കെ ചെയ്യാൻ പറയാറുണ്ട്. Because sometimes in our speed and haste and hurry, we end up doing things that discredit the name of the Lord. ചിലപ്പോൾ നമ്മുടെ ആ സ്പീഡ് നിമിത്തം, അധികം ചെയ്യുന്ന നിമിത്തം, അത് നിമിത്തം കർത്താവിൻ്റെ നാമത്തിനും അപമാനമായി മാറാൻ സാധ്യതയുണ്ട്.
Major issues are coming up, but the church needs to pray for your leaders also. നിങ്ങളുടെ സഭ ശുശ്രൂഷകർക്ക് വേണ്ടി ശുശ്രൂഷകൾക്ക് വേണ്ടി ലീഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഒരുപാട് ഇഷ്യൂസ് ഈ ദിവസങ്ങളിൽ കാണാറുണ്ട്. Church has the responsibility to pray for their leaders. അവരുടെ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളതായ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ദൈവസഭയ്ക്കുണ്ട്. For the larger churches in this nation, ഈ സഭ ഈ രാജ്യത്തെ മുഴുവൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള for ഉത്തരവാദിത്വം the larger churches in the world, that the church would be without wrinkle or spot, and they would be presented blameless in the day of the Lord. ലോകമെമ്പാടുമുള്ള സാർവലൗകിക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. കാരണം കർത്താവിന്റെ വരവെങ്കിൽ കളങ്കമില്ലാത്ത സഭ കാണപ്പെടണം. Everybody say endure till the end. എല്ലാവരും ഒന്ന് പറഞ്ഞട്ടെ, endure till the end. Romans 8:30, one more scripture before we move to the final one. Romans 8:30. റോമലേഖനം 8:13. And those whom he predestined, he also called, and those whom he called, he also justified, and those whom he justified, he also glorified. That means at the end of the day, we are called for this glory if we will endure and make it to the other shore. മുന്നേ വെച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേസ്കരിച്ചും ഇരിക്കുന്നു. അതിന്റെ അർത്ഥം നാം വിശ്വസതയോടെ ഓടി ഓട്ടം പൂർത്തീകരിച്ചാൽ അങ്ങേക്കരയിൽ ഒരു തേജസ് നമ്മെ കാത്തിരിക്കുന്നു. Please don't listen to this as if this is nothing connected to me. ഒരുപക്ഷെ ഇത് എന്നെ സംബന്ധിക്കുന്നതല്ല എന്നുള്ള ചിന്തയിൽ ആരും ഇരിക്കരുത്. I am pure, I am holy, I have no problem, I am perfect. ഞാൻ പെർഫെക്റ്റ് ആണ്, സമ്പൂർണ്ണയാണ്, എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള ചിന്തയിൽ ആരും ഇരിക്കരുത്. We care less, but we cannot be careless. നമ്മൾ പലപ്പോഴും ശ്രദ്ധ കുറവുള്ളവരാണ്. എന്നാൽ നമ്മൾ അങ്ങനെ കെയർലെസ് ആയി ഒരു ശ്രദ്ധയും ഇല്ലാത്തവരായിരിക്കരുത്. About our relationships with people, about money, about how we do things, how we talk, whom we talk, how we handle these gadgets, all of this stuff. Sisters, close your ears. Why are you listening? Brothers, listen to me. We have to be very careful. Though if we have locks in our phone, our WhatsApps or social media have special passwords, we need openness, transparency, integrity needs to go to the next level. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ബന്ധങ്ങൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നമ്മുടെ ഗാഡ്ജറ്റ്സിൽ മൊബൈൽ പോകുമ്പോൾ, ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുമ്പോൾ, അതുപോലെ നമ്മുടെ ഫോൺ ഉപയോഗിക്കുമ്പോൾ പ്രത്യേക പാസ്വേഡ് ഉള്ളപ്പോൾ അത് നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ട് ഷെയർ ചെയ്യണം. ഓപ്പൺനെസ് ഉണ്ടാകണം. അവിടെ യാതൊരു രഹസ്യവും പാടില്ല. നമ്മുടെ ബന്ധങ്ങൾ, സംഭാഷണങ്ങളിലെല്ലാം. When we travel, we have to be holy. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വിശുദ്ധരായിരിക്കണം. When we go for business, we have to be holy. നമ്മൾ ബിസിനസ്സിന് വേണ്ടി പോകുമ്പോൾ നാം വിശുദ്ധരായിരിക്കണം. Sisters, close your ears, please. Just do something else. Sisters, കുറച്ചുകൂടെ നേരം കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സമയമുണ്ട്. Brothers, we have to be holy in the way we spend money. സഹോദരന്മാരെ, പൈസ ചെലവെക്കുന്ന വിഷയത്തിന്മേൽ വിശുദ്ധരായിരിക്കും. We have to be holy in the way we deal with our families. നമ്മുടെ കുടുംബത്തെ ഡീൽ ചെയ്യുന്നതിൽ, ടേക്ക് ചെയ്യുന്നതിൽ നാം വിശുദ്ധരായിരിക്കണം. Sometimes our women in their homes have complaints that we are more compassionate towards people outside the home than inside the home. Sisters, do something else, please. സഹോദരിമാർ ആരും, പ്രത്യേകിച്ച് ഭാര്യമാരും ശ്രദ്ധിക്കരുത്. ഒരു കോമൺ കംപ്ലൈൻ്റ് ആണ്, വെളിയിലുള്ളവരോട് ഞങ്ങളുടെ വീട്ടിലെ അച്ചായന് ഭയങ്കര സ്നേഹവും ഭയങ്കര മനസ്സലിയുമാണ്, പക്ഷേ അതിൻ്റെ ഒരു കുണിശം പോലും എന്നോട് കാണിച്ചിരുന്നുവെങ്കിലും. Endure till the end. സഹിക്കുക അവസാനം വരെ. As fathers, enduring. പിതാക്കന്മാർ എന്നുള്ള നിലയിൽ നമുക്ക് സഹനത ആവശ്യമാണ്. As husbands, enduring. ഭർത്താക്കന്മാരെന്ന നിലയിൽ നമുക്ക് സഹനത ആവശ്യമുണ്ട്. As wives, enduring. ഭാര്യമാരെന്ന നിലയിൽ സഹനത ആവശ്യമുണ്ട്. As children, enduring. മക്കളെന്ന നിലയിൽ സഹനത ആവശ്യമുണ്ട്. Don't let the flesh overtake this new character the Lord is wanting and trying to give to you. യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ പരിശ്രമത്തിൽ ജഡം മുതലെടുക്കുവാൻ അനുവദിക്കരുത്. ജഡത്തിന്റെ നിയന്ത്രണത്തിന് കൊടുക്കരുത്. Let me close by saying we need the power to be more like Jesus. ഞാൻ ഇതോടെ പറഞ്ഞു നിർത്തട്ടെ. യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമുണ്ട്. Easiest thing? അത് എളുപ്പമാണോ? No. അല്ല. Actually, I will tell you what is the easiest thing. The easiest thing is giving advice to people.
ഏറ്റവും എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരെ ഉപദേശിക്കുക എന്നുള്ളതാണ്. Easy to give advice. The hardest thing is to take that advice for ourselves. മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ നമുക്ക് എല്ലാവർക്കും എളുപ്പമാണ്. എന്നാൽ നാം ഉപദേശിക്കുന്ന ഉപദേശം അത് ഉൾക്കൊള്ളുകയും നമ്മൾ തന്നെ അത് പ്രായോഗികമാക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. Philippians 2:5, let this mind be in you as was in Jesus Christ. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ഫിലിപ്പിയർ 2:5 നാം കാണുന്നു. I sometimes complain to the Lord, these men just wrote and threw bombs at us and they walked away, and we have to face the explosion and the aftermath of the explosion. ഞാൻ ചിലപ്പോഴൊക്കെ കൊണ്ട് കർത്താവേ, നീ ഇവരെല്ലാം ഈ ബൈബിൾ എഴുതാനായിട്ട് എഴുത്തുകാരെ എല്ലാം ഉപയോഗിച്ചു, അവരെ ഉപയോഗിച്ച് ഇതെല്ലാം എഴുതിയിട്ട് അവർ പോയി, പക്ഷേ ഞങ്ങളിവിടെ സഫർ ചെയ്യുകയാണ്. Because let this mind be in you, my goodness, like Jesus, to think like Jesus, to serve like Jesus, to humble like Jesus, I want to but I cannot, so I won't. നമ്മൾ വിചാരിക്കുന്നത് അത് എളുപ്പമാണ് പറയുവാനും വായിക്കുവാനും. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം, യേശു ക്രിസ്തുവിൻ്റെ മനസ്സ്, യേശു ക്രിസ്തു ചിന്തിച്ചതുപോലെ, യേശു ക്രിസ്തു പ്രവർത്തിച്ച പോലെ, യേശു ക്രിസ്തുവിൻ്റെ താഴ്മ, അതൊക്കെ പറയുവാൻ എളുപ്പമാണ്, പക്ഷേ അതായിത്തീരുക വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. But this is like a garment we've taken every day. Every day we wear this. Lord, give me this mind that was in Jesus so that I can behave, react and do and speak as Jesus would do. എല്ലാ ദിവസവും നമ്മൾ ധരിക്കേണ്ട ഒരു വസ്ത്രമാണിത്, യേശുവിൻ്റെ മനോഭാവം. ഓരോ ദിവസവും പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ മനോഭാവം എനിക്ക് തരണമേ. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വാക്കുകൾ ഇത് പ്രാവർത്തികമാക്കുവാൻ കഴിയത്തുള്ളൂ. A few years ago there was a major campaign, you would remember, WWJD, what would Jesus do? Actually it is good. What would Jesus do in this situation? What would Jesus say? What would Jesus speak? And we have to keep on listening to the Holy Spirit, because he will whisper the words of Jesus into our ears. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെയൊക്കെ കൊച്ചുനാളിൽ ഒരു ഇതിങ്ങനെ ഒരു ക്യാമ്പയിൻ അല്ല, ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു, WWJD, വാട്ട് വുഡ് ജീസസ് ഡു ഇൻ മൈ പ്ലേസ് ഇഫ് ഹി ഈസ് ഇൻ മൈ പ്ലേസ്. എൻ്റെ സ്ഥാനത്ത് യേശു ആണെങ്കിൽ എന്തു ചെയ്യും? യേശു ഇത് കേൾക്കുമോ? ഞങ്ങളൊക്കെ എങ്ങനെയാണ് കേട്ടത് എന്ന് പറഞ്ഞത്, സിനിമയ്ക്ക് പോകണോ, എളുപ്പമായിരുന്നു ചോദിക്കുക, യേശു ആണെങ്കിൽ പോകുമോ, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ. അന്നത്തെ അതൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ഇത് ചോദിക്കുമായിരുന്നു. ഏതെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ, ടെംപ്റ്റേഷൻ വരുമ്പോൾ, ഇത് കേൾക്കാമോ, കേൾക്കാൻ പറ്റത്തില്ലയോ, പോകാമോ, പോകാൻ പറ്റത്തില്ലയോ, ചെയ്യാമോ, ചെയ്യാൻ പറ്റത്തില്ലയോ, ഇങ്ങനെ പറയാമോ, പറയാൻ പറ്റത്തില്ലയോ, ഇത് ഞങ്ങളുടെ കാതുകൾ മുഴങ്ങും. WWJD അങ്ങനെയാണ് ബാൻഡും ഉണ്ടായിരുന്നു അന്ന് ഇതുപോലെ. സോ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു അന്നത്തെ കാലത്ത് ചെറുപ്പക്കാരായ ഞങ്ങളെല്ലാം വളരെ സ്വാധീനിച്ച ഒരു സ്ലോഗനാണത്. We need that campaign back in our generation. Yes, I was thinking about. We need that. Lord, what would you do? Help me to do that today. Yes. യേശുവേ, നീ എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു, എങ്ങനെ ചെയ്യുമായിരുന്നു? അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഇതിന്റെ കൃപ എനിക്ക് ആവശ്യമാണ്. Romans 12:2, be transformed, be transformed, be transformed, metamorphosis, be transformed by the renewing of your mind. റോമലേഖനം 12:2 നമ്മൾ കാണുന്നു, കർത്താവേ എന്നെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, ദിനംതോറും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Matthew 11:29, cast all your cares upon him, but there is a line there beautiful, and learn from me. ഈ മത്തായി സുവിശേഷം 11:29 നമ്മൾ കാണുന്നു, കർത്താവിൻ്റെ നുകമെടുക്കുവാൻ. അതോടെ നമ്മൾ വേറൊരു മനോഹരമായ ഫ്രേസ് കാണുന്നു, എന്നോട് ചേർന്ന് പഠിക്കുക. Learn from Jesus. കർത്താവിങ്കിൽ നിന്ന് പഠിക്കുക. How many have a desire to learn from Jesus? യേശുവിൽ നിന്ന് പഠിക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? So if you are raising your hands, at least read the scripture with me together loudly. നിങ്ങൾ കരമുയർത്തി അത് ആഗ്രഹിക്കുന്നവർ എന്നോട് ചേർന്ന് വാക്യം കൂടെ വായിക്കാൻ പറ്റുമോ? 1, 2, 3 loudly. Take my yoke upon you and learn from me, for I am gentle and lowly in heart, and you will find rest for your souls. You will find rest for your souls. Jesus one time, I think it is Mark 3, he invited his disciples away and he says, come with me
and spend time with me so that I can send you out to preach the gospel. മാർക്കോസ് 6-ാം അധ്യായത്തിലാണ്, മൂന്നാം 3-ാം അധ്യായം, അധ്യായത്തിലാണെന്ന് I think so, തോന്നുന്നു. കർത്താവ് ഇങ്ങനെ തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നോടൊപ്പം അല്പസമയം ഇരിക്കുക, എന്നാൽ എനിക്ക് നിങ്ങളെ സുവിശേഷം പ്രസംഗിക്കുവാൻ പറഞ്ഞു വിടുവാനാണ്, പക്ഷെ അതിനു മുമ്പേ എന്നോടൊപ്പം അല്പസമയം ഇരിക്കുക. Mark 3:14 it says, and he appointed 12 so that they might be with him. മാർക്കോസ് And 3:14 he might send them out to preach. തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കുവാൻ അവരെ അയക്കുവാനും. സ്തോത്രം. If you sit with Jesus, you will learn from Jesus, and when you have learned from Jesus, he will send you to preach for Jesus. കർത്താവിനോടൊപ്പം നമ്മൾ ഇരിക്കുവാൻ മനസ്സ് വെച്ചാൽ കർത്താവ് നമ്മെ മറ്റുള്ളവരെ പ്രസംഗിക്കുവാനും ഉപദേശിക്കുവാനും കർത്താവ് നമ്മെ അയക്കുന്നു. സ്തോത്രം. Ephesians 4. എഫെസ്യ ലേഖനം 4-ാം The അധ്യായം. fivefold ministry that is presented there, the apostle, APPET, apostle, prophet, evangelist, pastor and teacher, that fivefold ministry has been given to the church for the perfection of the saints. It says like that. എഫെസ്യ ലേഖനം 4:11 കാണുന്നു, അവിടെ 5 വിധത്തിലുള്ളതായ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നു. അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, ഉപദേശകന്മാരായി, ഇടയന്മാരായി, സുവിശേഷകന്മാരായി കർത്താവരെ നിയമിച്ചിരിക്കുന്നതായി നമുക്ക് കാണുന്നു. And he says this is for the perfection of the saints. അതെന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധന്മാരെ സമ്പൂർണ്ണതയിലേക്ക് അവരെ നയിക്കുവാൻ വേണ്ടിയാണ്. And it says in verse 12, to equip the saints for the work of the ministry. This fivefold is given not for flashing badges, not for telling positions or I'm prophet Paul Matthews coming from India. No, it is for the building up of the saints. അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും അതൊരു പദവിക്ക് വേണ്ടിയാണ്. ഞാനൊരു പ്രവാചകൻ സോ ആൻഡ് സോ എന്ന് പറയുവാൻ വേണ്ടിയല്ല, മറിച്ച് വിശുദ്ധന്മാരെ സമ്പൂർണ്ണതയിലേക്ക്, പക്വതയിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് ആ ശുശ്രൂഷ തന്നിരിക്കുന്നത്. But then in verse 13 it says, until we all attain, read it with me loudly, come on, until we attain to the unity, go ahead, of the faith, go ahead, and the knowledge of the Son of God, again to mature manhood, again the last part, to the measure of the stature of the fullness of Christ. We keep on doing the APPET formula. We keep on exercising. We keep on doing until we reach the measure of the stature of the fullness of Christ. യേശുക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയുടെ ആ തലം വരെ എത്തുവോളം വിശുദ്ധന്മാരെ എക്വിപ്പ് ചെയ്യുവാൻ, അവരെ അതിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് ഈ ശുശ്രൂഷാവരങ്ങൾ കർത്താവ് സഭയ്ക്ക്. How many are understanding what we are trying to help you understand? So our goal is to be Christ-like. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ പോലെയാകുക. Can we actually attain it? I doubt, but yes, but we are called to keep on persevering, helping one another, sharpening one another until we reach to the measure of the stature of the fullness of Christ. നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുമോ? തീർച്ചയായും കഴിയും. ബുദ്ധിമുട്ടാണ്, എന്നാൽ അത് എത്തുന്നവരെയും നമ്മൾ അതിലേക്ക് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. So who is supposed to be a role model? നമ്മുടെ മാതൃക പുരുഷൻ ആരാണ്? What is the measure of your spirituality? നമ്മുടെ ആത്മീയതയുടെ മെഷർ എന്താണ്? Not the uncle or the auntie in the church, not the pastor or the leader or the bishop of the church. It is Jesus himself to the measure of the stature of the fullness. അപ്പനല്ല, അമ്മയല്ല, പാസ്റ്റർ അല്ല, പിന്നെയോ കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ മാതൃക. ആ ലെവൽ വരെ നമ്മൾ എത്തുക. When you compare with your husband or wife or your neighbors or your children or those in the church, you might feel slightly tall. നിങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ, വീട്ടിലുള്ള ഭാര്യയോട്, ഭർത്താവിനോട്, അല്ലെങ്കിൽ സഭയിലുള്ള മറ്റുള്ള ചെയ്യുമ്പോൾ നിങ്ങൾ അവരെക്കാളും ബെറ്റർ എന്ന് തോന്നും. You might even say, I'm not as bad as them. അവരുടെ അത്ര മോശമല്ല ഞാൻ എന്നുള്ള ചിന്തയിൽ നമുക്ക് വരും. But you have to compare yourself with Christ. എന്നാൽ നാം താരതമ്യം ചെയ്യുന്നത് കർത്താവിനോട് മാത്രമാണ്. സ്തോത്രം. Where do you stand when you measure yourself against Christ? കർത്താവുമായിട്ട് നാം താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? The Holy Spirit, the power to be more like Christ. Today is the ultimate power of the Holy Spirit in our life. ഈ വൈകിയ സമയവും കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ പകർന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ പോലെ നാം ആയിത്തീരുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. I think I said it yesterday. God will use you, but before he uses you, he will work in you and then he will work through you. ഞാൻ ഇന്നലെയും ഇത് പറഞ്ഞെന്ന് തോന്നുന്നു. കർത്താവ് നമ്മെ ഉപയോഗിക്കുന്നതിന് മുമ്പ് കർത്താവ് നമ്മിൽ വർക്ക് ചെയ്യും, കർത്താവ് നമ്മിൽ പ്രവർത്തിക്കും. നമ്മിൽ പ്രവർത്തിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തി നമ്മിലൂടെ ദൈവം പ്രവർത്തിക്കും. And how will God work in you? എങ്ങനെയാണ് കർത്താവ് നമ്മിൽ വർക്ക് ചെയ്യുന്നത്?
He will use unpleasant people, unpleasant circumstances, unpleasant situations, so that he can keep rubbing like a good carpenter. Keep rubbing. You will feel irritated, you will feel angry, but the master is rubbing, so that you will become a little more like Jesus, little more like Jesus every day. ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവരെ, സാഹചര്യങ്ങളെ, ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ, അതായത് നമുക്ക് ഹാൻഡിൽ ചെയ്യുവാൻ ഹാർഡായിട്ടുള്ള സാഹചര്യങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, അങ്ങനെ അത് ഉരുമി അങ്ങനെയാണ് നമുക്ക് കർത്താവിന് പ്രസാദമുള്ള ഉപയോഗിക്കാൻ പറ്റിയ പാത്രങ്ങളായി രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നത്. You will be surprised how much dirt is inside your heart because somebody is rubbing you the wrong way, but that is where the Lord is helping you to understand that is dirt. It needs to come out. I am bringing you healing. I have given you my Holy Spirit. He will help you overcome and become a little more like me today, not at the end of the life, today. ബുദ്ധിമുട്ടുള്ള ഒരാളുമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ സന്ധിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത്. നമ്മുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവും നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലുള്ളത് അഴുക്കുകൾ, അത് പുറത്തു വരികയും അഴുക്കൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രയോജനപ്പെടുന്ന പാത്രങ്ങളായി നാം മാറുകയുള്ളൂ. Every once in a while I do something that I don't like because I did it, I said it, or I should not have done. Every once in a while I get angry at myself. Why did I say that? Why? That is just to help me realize there is still the flesh trying to corrode me, and I have to give once again to the Lord and ask him to change me every day. ചിലപ്പോഴൊക്കെ ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ, ചിന്തിക്കാതെ, ആഗ്രഹിക്കാതെ നാം ഒരുപക്ഷെ കോപിഷ്ഠരാകാം. അങ്ങനെയൊക്കെ ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കണ്ടായിരുന്നു, പറയണ്ടായിരുന്നു ഒക്കെ പിന്നീട് നമ്മൾ ചിന്തിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്തിനാ നമ്മുടെ ജീവിതത്തിൽ ഇനിയും രൂപാന്തരപ്പെടുവാൻ മേഖലകളുണ്ട്, ഇനിയും രൂപാന്തരം ആവശ്യമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെയാണ് നാം തിരിച്ചറിയുന്നത്. അപ്പോൾ നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ച്, കർത്താവേ എന്നെ വീണ്ടും രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിപ്പാനിടയാകും. In other words, this is a character formation class that goes on till the last breath of your life. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ചെയ്ത് എന്താണെന്ന് ചെയ്യുന്നറിയാമോ? നമ്മുടെ സ്വഭാവ രൂപീകരണം, അതിൻ്റെ ക്ലാസ്സും അതിൻ്റെ ട്രെയിനിങ്ങുമാണ് നടക്കുന്നത്. It is hard, but we cannot escape. നമ്മളുടെ ബുദ്ധിമുട്ടാണിത്, പക്ഷേ നമുക്ക് ആർക്കും ഇതിന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. So when you are talking about the power of the Holy Spirit next time, make sure you are thinking this multidimensional power and the outworking of that power in our daily lives. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ അടുത്ത നിമിഷമെങ്കിലും ചിന്തിക്കുമ്പോൾ കേവലം അന്യഭാഷയാണെന്ന് മാത്രം വിചാരിക്കരുത്. അതിൻ്റെ വിവിധ തലത്തിലുള്ള രൂപാന്തര ശക്തി, അതിനുവേണ്ടിയാണ് നമുക്ക് ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കയറുന്നത്. അത് നമ്മൾ ചിന്തിക്കുകയും അതിന് വിധേയപ്പെടുകയും ചെയ്യണം.